ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം എനിക്ക് മാഡത്തോട് വെറും ഇഷ്ടം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോ അത് പ്രണയമായി മാറി. ഈ സത്യം കേൾക്കാൻ മാഡം തയ്യാറാവുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് പേടിയുണ്ട്. ചായയൊക്കെ ഇടുന്നുണ്ട്. എന്താ ചായ? ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രതാപേട്ടനാ. ഞാൻ മന്ത്രിസഭാ യോഗത്തിൽ വായിക്കാൻ പോകുന്ന സ്പീച്ചായത്. നീ ഇതൊന്ന് വായിക്ക. പോയിന്റ്സ് ഒക്കെ നോക്കി ഒന്ന് തിട്ടപ്പെടുത്താം. നിന്റെ ഒപ്പീനിയൻ എനിക്ക് അറിയാൻ വേണം. ശരി സർ. ഏട്ടാ ചായ. രാജുനോ? രാജു അങ്ങനെ ചായ കുടിക്കാറില്ല, അതുകൊണ്ടാ ഞാൻ എടുക്കാറുന്നത്. ഓ, ചായ വേണോ രാജു? അയ്യോ വേണ്ട മാഡം. ഇവൻ ഒരു വിധത്തിലുള്ള പ്രലോഭനത്തിനും അടിമയല്ല. A young man with good qualities. സർ, ഞാനിതൊന്ന് വായിച്ചോക്കട്ടെ. നീ ഋതുമോളുടെ മുറി ഇരുന്ന് വായിക്ക. അത് നല്ല മുറിയാ, സ്വസ്ഥത കിട്ടും. ശരി സർ. രാജു, ആ ഫ്രണ്ടിന്റെ ഫാമിലി പ്രോബ്ലം സോൾവ് ആയോ? ഹലോ. ഹരിശങ്കർ എന്റെ വന്ദന. ആ പ്രോബ്ലം അത് മാറി സർ. വെരി ഗുഡ്. ഈ വിവാഹ ജീവിതത്തിലൊക്കെ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ പക്വത വേണം. രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് സംസ്കാരങ്ങളിൽ ജനിച്ച രണ്ട് വ്യക്തികളെ ദൈവം ഒന്നാക്കുന്ന ഒരു മാജിക്കാണ് മാരേജ്. അതിന് പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയും വേണം. അകന്നുപോയ സംഭവബഹുലമായ ഒരു പ്രണയകഥയിലെ നായകനാണ് ഞാൻ. സർ, അതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ മാനസപുത്രനായ നിന്റെയും എന്റെ പൊന്നുമകളായ ഋതികയുടെയും ജീവിതത്തില് അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ഇനി എനിക്ക് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട്. സന്തോഷത്തോടെ ജീവിക്കണം.
രാജു ചായയും കാപ്പിയല്ലേ കുടിക്കാതുള്ളൂ, ജ്യൂസ് ആവാലോ. ഇതാ. ഋതുമോളെ കൊണ്ടുവരാത്തെന്താ രാജു? അത് മാഡത്തിന് ജോലി തിരക്കല്ലേ മാഡം, അതാ വരാത്ത. എന്താ മാഡം? ഏയ് ഒന്നുമില്ല. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മാഡം അറിയുന്നില്ലല്ലോ. എനിക്കത് തുറന്നു പറയാനും കഴിയുന്നില്ലല്ലോ. ആദ്യം എനിക്ക് മാഡത്തോട് വെറും ഇഷ്ടം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോ അത് പ്രണയമായി മാറി. ഈ സത്യം കേൾക്കാൻ മാഡം തയ്യാറാവുന്നില്ലല്ലോ. ഇനി എന്നോടുള്ള ഈ വാശിയില് മാഡം എന്നെ വെറുക്കോ?